പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഈവനിങ് ആയപ്പോൾ വീട്ടിലെത്തി. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടോയെന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ട്, രാത്രിയിൽ ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അത് എപ്പോഴും സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. വേദനയും അതുപോലെ തന്നെ നല്ല വേദനയായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ കുറച്ചുകൂടെ വീണ്ടും കൂടി. ഹോസ്പിറ്റൽ പോലത്തെ ഒരു ഇതൊന്നും വീട്ടിൽ കിട്ടത്തില്ലല്ലോ. ഇനി അവിടെ അഡ്മിറ്റായി കിടന്നിട്ടും കാര്യമില്ല. അങ്ങനെ വീട്ടിലോട്ട് വന്നത്. ഇഞ്ചക്ഷൻ എടുത്താലും അത് ഏൽക്കുന്നില്ല. അപ്പോഴത്തേക്കുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ വെയിനൊക്കെ ഭയങ്കര വേദന, വെയിനൊക്കെ ചുരുങ്ങിയാണ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ പോകുന്നുമില്ല. പകുതി മെഡിസിൻ പോകും, പകുതി പോകാനൊക്കെ ഭയങ്കര പിന്നെയും കുത്തുമ്പോൾ വെയിനൊന്നും കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൈയൊക്കെ ഭയങ്കര വേദന, സഹിക്കാൻ വയ്യ. കാല് രണ്ടും ഭയങ്കര നീരുമുണ്ട്. ഷുഗർ വളരെ കൂടുതൽ, രാത്രിയിൽ 2-3 പ്രാവശ്യം കുറയുകയൊക്കെ ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇത്രയും ദൈവം കൊണ്ടെത്തിച്ചു. അതിന് നന്ദി പറയാൻ നമുക്ക്. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ഇപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ്. ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രോബ്ലം. ക്ലൈമറ്റിൻ്റെ ഇതും ഇപ്പോൾ പൊടിയൊന്നും ഒരല്പം അടിച്ചാൽ മതി, എനിക്കപ്പോൾ ഭയങ്കരമായിട്ട് വരും. ഞാൻ പുറത്തൊന്നും പോകത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ ആ ഒരു ഇത് മാത്രം. അപ്പോൾ ശ്വാസം മുട്ടലൂടെ ആയി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാവണം. നമുക്ക് ആ ഇൻസുലിൻ പമ്പ് വാങ്ങുന്നതിൻ്റെ ആവശ്യം അറിയാമല്ലോ. അത് വീണ്ടും അതിൻ്റെ ആവശ്യകത അധികരിച്ച് വരികയാണ്. നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോസ് അയക്കണം. മാക്സിമം ഈ നാളുകളിൽ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ. എങ്കിലേ അത് റീച്ച് ആവത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഒരുപാട് ആൾക്കാരിലോട്ട് ഇത് പോകത്തുള്ളൂ. പിന്നെ ഭയങ്കര തലവേദനയാണ്. ഇതെല്ലാ ബുദ്ധിമുട്ടും കൊണ്ട് ആഹാരം തീരെ കഴിക്കാൻ പറ്റുന്നില്ല. വൊമിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഭയങ്കര തലവേദനയൊക്കെയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും സ്നേഹത്തിന് നന്ദി. നിങ്ങളെല്ലാവരും സേഫായിരിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർക്കുക.